ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. ലാലേട്ടന്റെ കോസ്റ്റ്യൂം, ലാലേട്ടന്റെ കണ്ണട, ലാലേട്ടന്റെ മാല, ലാലേട്ടന്റെ ലുക്ക്, ലാലേട്ടന്റെ കയ്യിൽ കിടക്കുന്ന സംഗതി, ഇതെല്ലാം ആഴ്ച ഇത് പറയുന്നത് ആര് ഈ കോസ്റ്റ്യൂമല്ലേ ആർക്ക് കൊടുക്കണേ? ഇത് ലാലേട്ടൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യണ ഒരു അല്ല എനിക്കൊന്നും എന്താ പറയാ, അത് ലാലേട്ടിട്ടാ തന്നെ ആ ലുക്ക് ഉണ്ടാവുള്ളൂ. ആ മുഖമൊക്കെ പടം നോക്കുക, ആകെ മാറ്റം ഒടുക്കത്തെ ലുക്ക്. ഏജന്റ് റിവേഴ്സ് മമ്മൂക്കാരെ പറഞ്ഞേ ഇയാളാരും കൂട്ടാതെ ഇയാൾ എന്തൊക്കെയോ ചെയ്തു. അന്ന് എല്ലാരും കൂടെ കളിയാക്കി അതിന്റെ ഒക്കെ ഒരു എഫക്ട് വരുന്നത് ഇപ്പഴും ഭയങ്കര കണ്ണടങ്ങട്ടെ എടുത്തെടുത്ത് പഞ്ചറാക്കി കണ്ണട. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ആരംഭിച്ചത് തന്നെ ഹൈജീൻ അല്ലെ, ഹൈജീൻ എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ പ്രമോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്തായിരുന്നു? ഒരൊറ്റ വറവലായിരുന്നു. അതെ, അല്ല അത് വരട്ടെ. ആദ്യം ഹൈജീനിലാണ് തുടങ്ങിയത്. ഹൈജീനിലെ പരിപാടികൾ തുടങ്ങുമ്പോ തന്നെ ആദ്യം തന്നെ നമ്മളുടെ ആര്യൻ നിലപാട് ബോയിന്റെ കത്തി കൊണ്ടുള്ള രൺബീർ കപൂറിന്റെ കുടുംബക്കാരന്റെ താടി വടി വീട്ടിലെ കത്തി ഉപയോഗിച്ചിട്ടുള്ളതാണ് ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത്. അത് പ്രമോല് കാണിച്ചപ്പോ നമ്മളെല്ലാരും വിചാരിച്ചല്ലോ ഇത് കാണിച്ചിട്ടില്ലല്ലോ, ലൈവിൽ എവിടെയും കാണിക്കാത്തൊരു ഐറ്റം എവിടെ നിന്ന് കയറി ഒന്നും നമ്മൾ വിചാരിച്ചാണ്. അത് ഇന്ന് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോണത് വീട്ടിലെ ഹൈജീൻ്റെ കാര്യമാണ്. നമ്മളൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈജീൻ്റെ ഭയങ്കര ഇഷ്യൂസ് ആ വീടിനകത്ത് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ അനുമോള് ടോയ്ലറ്റിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ മൂത്രമൊഴിച്ചത് അവിടെ ഇവിടെയും കിടക്കുന്നത്, വെള്ളം ഒഴിക്കാത്ത പ്രശ്നം, പാത്രം കഴുകാത്ത പ്രശ്നം, ഈച്ച വരുന്ന പ്രശ്നം, അങ്ങനെ ഫ്ലോർ ക്ലീൻ ആവാത്ത പ്രശ്നം, ആകെ മൊത്തം പ്രശ്നം. അപ്പോഴാണ് നമ്മുടെ ലാലേട്ടൻ സൽമാൻ ഖാനായത്. പക്ഷെ സൽമാൻ ഖാൻ വാസ് വേറെ ലെവൽ. പാത്രങ്ങളൊക്കെ കഴുകുന്ന ഇതുണ്ടായിരുന്നു. അതെ, ഇത് മീഷോന്ന് മേടിച്ച സൽമാൻ ഖാനെ പോലെ ആയിപ്പോയി ലാലേട്ടന്റെ അവസ്ഥ. അത്രയൊന്നും വന്നില്ല. ഞാൻ കഴുകാന്നൊക്കെ പറഞ്ഞ ലാലേട്ടൻ ചെന്നപ്പോ മീൻകറി ലാലേട്ടൻ അറ്റ്ലീസ്റ്റ് കഴുകണോ ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് വെക്കാതെ രണ്ടു മിനിറ്റ് ലാലേട്ടൻ ഒന്നും മിണ്ടണ്ടായില്ല. മറ്റേ ഇതിലിങ്ങനെ കേൾക്കണ്ടോ കഴുകു ലാലേട്ട പറ്റില്ല ലാലേട്ട ഞാൻ ചെയ്യും. ലാസ്റ്റ് എടുത്തിട്ട് ബേസിന്റെ അകത്ത് വെച്ച് വെള്ളം തുറന്നു വെച്ച് മൂപ്പര് പോന്നു. പിന്നെ അതിനിടയിൽ മറ്റോ അടിച്ചു മാറ്റിയല്ലേ, ആര്യന്റെ ബാൻഡ് അവിടുന്ന് എടുത്തു. അങ്ങനെ അതൊരു എന്താ പറയാ, അല്ല ആര്യന്റെ മുഖം കാണുമല്ല, ആര്യൻ തേഞ്ഞ തേയില് ഈ ബിഗ് ബോസ് ഹിസ്റ്ററിയിലല്ലേ ആരിങ്ങനെ പൂണ്ട് വിളയാട് കുറെ ദിവസമായിട്ട് കിടന്നിട്ട് 7 സീസണിലും ആരും ഇങ്ങനെ തേഞ്ഞിട്ടില്ല. രൺബീർ കപൂറിന്റെ വകയിലൊരു കുഞ്ഞമ്മേന്റെ മോൻ തേഞ്ഞൊട്ടിപ്പോയി. അപ്പൊ അങ്ങനെ ഹൈജീനെ കുറിച്ചുള്ള വർത്താനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടാണ് പരിപാടികൾ തന്നെ തുടങ്ങിയത്. പക്ഷെ ഈ ഹൈജീനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ ഏറ്റവും ഹൈജീനുള്ള ആരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം. നിങ്ങൾക്ക് ആരാ ഏറ്റവും ഹൈജീനുള്ള? എനിക്ക് രണ്ടാളുണ്ട്, ഒന്ന് ഡോക്ടറും ഒന്ന് അനീഷും. അനക്ക് സ്നേഹക്ക് അത് അവര് എല്ലാ കാര്യത്തിലും ഹൈജീൻ നോക്കുന്നതായിട്ട് നമ്മൾ ലൈവ് എന്നൊക്കെ കാണുന്നുണ്ട്. അനീഷിന്റെ തോന്നിയിട്ടുണ്ട്. അനീഷ് കൂടുതൽ ലൈവ് കാണാറില്ല. അനക്കോ? അനീഷ് എനിക്കുണ്ടോ? അനീഷും ഡോക്ടറും രണ്ടുപേരും, അവർ രണ്ടുപേരും നമ്മളങ്ങനെ ഒരു ഹൈജീൻ ഇഷ്യൂല് എവിടെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ആൻഡ് അവരുടെ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒരു കഥയാണ് എന്നുള്ളതാണ് അനുമോള്. പിന്നെന്താ പറയാ, കൊറേയൊക്കെ പൊട്ടത്തരത്തിൽ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് അനുമോൾക്ക് ഒരു അല്ലേ, അക്ബറിന്റെ സീനിലും അനുമോളെ അനുമോളങ്ങോട്ട് ഉള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈജീൻ ഇഷ്യൂവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മെല്ലെ പിന്നെ പരിപാടികൾ പോയത് എങ്ങട്ടാ, അത് ചീത്ത പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനാണ് കിട്ടിയത്. അത് അനീഷിന് വേണം. കാരണം എന്താ അറിയോ, അനീഷും നിവിനും ആ പരിപാടി കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരും കിട്ട് കൈ പൊക്കി തുടങ്ങും. അതെങ്ങനെ പറയാ, ഈ സീസണിലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ലാലേട്ടനോടും റെസ്പെക്ട് ഇല്ല, ബിഗ് ബോസിനോടും റെസ്പെക്ട് ഇല്ല, ആരോടും റെസ്പെക്ട് എന്ന് പറയുമ്പോ അതിവിനയം കാണിക്കണം എന്നല്ലട്ടോ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലോ, അത് എല്ലാ സീസൺ ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ ലൈവ് കാണുമ്പോ പ്രാന്ത് പിടിച്ചിരുന്നു. ബിഗ് ബോസ് ഇങ്ങനെ വിളിക്കുന്നു, എല്ലാരും കൺവെൻഷൻ റൂം വിളിച്ചാലും അതെന്താ സീൻ എന്ന് വെച്ചാ പെട്ടെന്നാണ് വിളി വരിക. ഓരോരുത്തർ ഓരോ ടാസ്കിലായിരിക്കും. ഞാൻ പറഞ്ഞ റെസ്പെക്ടിന്റെ കാര്യം ഇവിടെ ഇരിക്കുമ്പോഴാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും അതുപോലെ തന്നെ ബിഗ് ബോസ് നമ്മളിവിടെ പിടിച്ചിരുത്തില്ലേ, നമ്മളെ പിടിച്ച് ടിവിന്റെ മുന്നിൽ ഇരുത്തുന്ന സമയത്ത് ലിവിംഗ് റൂമിൽ ഇരുത്തുമ്പോഴും ഉള്ളൊരു പരിപാടി ഉണ്ട്. അത് കാണിക്കുന്നത് ഈ സീസണിൽ കുറച്ച് കൂടുതലാണ്. കാരണം എന്തായിരുന്നു അടി, ആ മണ്ണിന്റെ ടാസ്കിൽ അടിച്ചോണ്ടിരിക്കുന്നു.
അടിച്ചോണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് പ്രാന്തളകി നമുക്ക് കണ്ടതെന്ന് അങ്ങനെ അടിയിരുന്നു അതിന്റെ മുകളിൽ. എന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. അതെന്താ ഇപ്പൊ പഴയ പോലെ പറയാൻ പറ്റില്ല. കേറിയിട്ട് 1-2 ദിവസമല്ല, 3ാമത്തെ ആഴ്ചയാണ്. അത് ബേസിക്കലി ആ സാധനങ്ങൾ പഠിക്കും. കാരണം വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇവരുണ്ടല്ലോ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നി. ആ ഏതൊരു ടാസ്കിന്റെ സമയത്ത് ആ ഫുഡ് ഉണ്ടാക്കുന്ന ടാസ്കിലുണ്ടല്ലേ, അവിടുന്ന് ആരും ഒന്നും എടുക്കരുതുണ്ട്. ബിഗ് ബോസ് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ പറയാ, അവരെല്ലാരും കഴിച്ചു അവിടെ നിൽക്ക് ബിഗ് ബോസ് എന്നൊക്കെ. എന്നിട്ട് സുഖമായിട്ട് കഴിച്ച് എല്ലാവരും എണീച്ച് സുഖമായിട്ട് അങ്ങനെ എണീച്ച് പോയി. ഒരു ബിഗ് ബോസിനോടും ലാലേട്ടനോടും ഒരു ബേസിക് സാധനം ഇല്ലാത്ത ദേഷ്യം. അതെന്താ ചോദിക്കാൻ അല്ല, അത് പിന്നെ സ്പോൺസർ ടാസ്ക് ആകുമ്പോ അത് എടുത്ത് ചോദിച്ച് സ്പോൺസർമാരുടെ ഒരു ഇത് വരുത്തണ്ടല്ലോ. അവിടെ തീർന്നു. ആ പ്രൊമോഷൻ അവർക്ക് കൊടുത്തു. കൂടുതൽ പ്രൊമോഷൻ ഞാൻ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതുപോലെ ചോദിക്കൂല. ആര്യനും ഇവനും കട്ടെടുത്ത സീനോട് അല്ല, ആര്യൻ ഓവറാണ് പറയുമ്പോൾ അവന്റെ ചുണ്ടോട്ടുള്ള കളിയൊക്കെ കളിച്ചിട്ടാ പറയുന്നത്. ആര്യൻ കുറച്ച് ഓവറാണ്, കുറച്ച് ഓവറാണെന്ന്. നെവിനോട് ലാലേട്ടൻ മോനെ ഏതാ കോസ്റ്റ്യൂം? ഞാൻ പൂജാരിന്റെ കോസ്റ്റ്യൂം എന്നിട്ട് കയ്യിലിരിപ്പോന്നു. ആള് രസമുണ്ട് കേട്ടോ നവീൻ. അതെ, അത് എന്നാണ് അക്ബറിന്റെ പൊരി. അക്ബറിന്റെ പൊരി സത്യത്തില് ഞാൻ പ്രൊമോ കണ്ടപ്പോ, എഗെയിൻ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞ പോലെ, അക്ബറിനെ പൊരി ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. സംഗതി അക്ബറിനെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മാന്റെ സംസാരത്തിൽ കൂടി എന്താ പറയാ, മോനെ നീ ഇങ്ങനെയല്ലല്ലോ വീട്ടിൽ നിന്നുള്ള സാധനം, അല്ലെങ്കിൽ നിന്റെ ദേഷ്യം കുറയ്ക്കുന്ന ഇട്ട് കൊടുത്താലും അതിനിടയിൽ ഒരു സാധനം കയറി വന്നത് ഒരു കട്ടാക്കിയിട്ടുണ്ട്. മോനെ നീ നന്നായി കളിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കേട്ടവർക്ക് കേൾക്കും ചെയ്തു. പറഞ്ഞില്ല ആ അവസ്ഥ. അല്ല, അത് ഇമോഷണൽ പരിപാടി. ഒന്നാമത് ഇങ്ങനെ പൊട്ടി നിൽക്കണായതുകൊണ്ട് ഫാമിലിനൊക്കെ ഒന്ന് കാണിച്ചു ഡൗൺ ആക്കാന്ന് വെച്ചാൽ ഉമ്മ പറയാണ്, മോനെ ഞാൻ എന്നെ ഇങ്ങനെയല്ലല്ലോ വളർത്തി. ഉമ്മ പറഞ്ഞിട്ടില്ലേ വളർത്തി ഇങ്ങനെ വളർത്തിയതിന്റെ മോശമെന്നാണ് ആൾക്കാർ പറയുന്നത്. അതിപ്പോ അയാൾ ആകെ പുണ്യാളച്ചനാവുന്നുണ്ട് പേടി. അതങ്ങനെ തന്നെയാണല്ലോ. ഇതിപ്പോ അഭിലാഷൻ എന്താന്ന് പറഞ്ഞത് ആദ്യത്തെ ഒരാഴ്ച അത് പറഞ്ഞിട്ട് ഇരുത്തി. പിന്നെ എപ്പോഴാണ് അഭിലാഷൻ എന്ന് മനസ്സിലായത്? സംഗതി പണി വാളുന്നുള്ളതുകൊണ്ട് അഭിലാഷൻ വീണ്ടും ചാടി. ഇവൻ ഡൗൺ ആയ അപ്പാനി ഡൗൺ ആവുമ്പോ എല്ലാരും ഡൗൺ ആവും. ഇല്ല, അപ്പാനി ഇവന് മാറിയിട്ട് പറഞ്ഞല്ലോ. ഇവന്റെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പാനിന്റെ ഒരു ഗ്യാങ്ങും ഇല്ലാത്തൊരു ഗ്യാങ്ങിൽ ഇപ്പൊ 2 ആള് പോയി. അഭിലാഷിന്റെ ആണ്. ഇവിടെ ഗ്യാങ് പാടില്ല. അഭിലാഷ് പോട്ടെ, ഷാനവാസിന്റെ അവസ്ഥയോ? ഞാൻ ഗ്യാങ് പൊട്ടിക്കാൻ വേണ്ടി ഗ്യാങ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കാം, അതിന് കുഴപ്പമില്ല. അനീഷിക്കുന്ന അപ്പൊ നീ ഉണ്ടാക്കുന്നതോ അങ്ങനെ. എനിക്ക് പക്ഷെ അത് അത്ര അക്ബറിന്റെ ഫെയർ നിങ്ങൾക്ക് തോന്നിയത്? അക്ബറിന് അത്ര ഫെയർ ആയിട്ട് അക്ബറിന്റെ ഫെയർ ആയി തോന്നിയില്ല. കാരണം ആ പറഞ്ഞത് നമ്മളെല്ലാരും ശ്രദ്ധിച്ചല്ലോ കളീനെ കുറിച്ച്. പിന്നെ മാത്രല്ല അയാള് മെന്റലി ഓക്കെ ആക്കാന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും ഇമോഷണലി ഡൗൺ ആയിക്കല്ലേ. ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് വീക്കിൽ തന്നെ മറ്റേ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു, അക്ബറിന്റെ വിളിച്ചു. ഇതിപ്പോ 7ന്റെ പണി പറഞ്ഞിട്ട് നമ്മള് പണി കൊടുക്കുമ്പോ കുറച്ചുകൂടി ഡൗൺ ആക്കേണ്ട രീതിയിലാക്കേണ്ടത്. പക്ഷെ ഇത് മെന്റലി ഒന്ന് സെറ്റ് ആക്കാനാണെങ്കിൽ പോലും, പക്ഷെ അവിടെ നടന്നത് മെന്റലി സെറ്റിന് പകരം ഒരു അപ്പർ ഹാൻഡ്. അല്ല, ഒരു അപ്പർ ഹാൻഡ് കിട്ടി. ഇനിയിപ്പൊ അക്ബർ അറിയില്ലട്ടോ, അക്ബറിന്റെ ഗെയിം ഇതാണെങ്കിൽ പിന്നെ അക്ബർ അത് കളിച്ചല്ലേ പറ്റുമോ? പിന്നെ അക്ബർ കളിക്കില്ലെന്നെ കണ്ടറിയാം. അതെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും അഭിലാഷും ഒനിയിലും. ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞതില് അഹങ്കാരം പിടിച്ച ഒരുത്തൻ ഞാൻ കണ്ടത് ഒനിയിലാണ്. അവിടെ അക്ബർ ഈ സാധനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഷാരികേനോട് പോയിട്ട് എന്ത് പറഞ്ഞു? കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഷാരിക ഇവിടെ വന്നു. അവിടെ അഭിലാഷ് വന്നിട്ട് റെനേന്റെ അടുത്ത് കാര്യം പറഞ്ഞു. അനീഷ് ഇട്ടോ, അനീഷ് ആ ക്വാളിറ്റിയുള്ള മനുഷ്യൻ. അനീഷ നല്ല ക്വാളിറ്റിയാണത്. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. അനീഷ് ഇവിടെ മാത്രല്ല കേട്ടോ, ഇപ്പൊ ഇത് ലാലേട്ടന്റെ എപ്പിസോഡിലാന്ന് പലരും വിചാരിക്കും. അനുമോള് കരഞ്ഞാലും ആര് കരഞ്ഞാലും അനീഷ് അവിടെ ചെന്നിട്ട് ആ സമാധാനിപ്പിക്കാനുള്ള ഒരു ഹ്യൂമാനിറ്റി അയാൾ കാണിക്കുന്നുണ്ട്. അപ്പാനിന്റെ അടുത്ത് പോലും, അപ്പാനിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഷാനവാസിന്റെ അടുത്ത് വരെ അല്ല, അപ്പാനിന്റെ അടുത്ത് പറയേണ്ടത് ഇത് കഴിഞ്ഞിട്ട് നല്ല സിനിമ കിട്ടും, അത് ചെയ്യണത് അയാളെ ഓക്കെ ആക്കി കൊടുക്കേണ്ടത്. നല്ല മനുഷ്യനാണത്. പക്ഷെ ഒനീല് പരിപാടിക്ക് ഇതിനുള്ളിൽ കയറിയ ഒനീല് ബിഗ് ബോസിന്റെ സെലക്ഷനിൽ ഒരു ഗുണ്ടാ സെലക്ഷനാ തോന്നുന്നുണ്ട്. ഒനീലിന്റെ ഞാൻ വേറെ കാര്യം പറഞ്ഞില്ല. ഒനീൽ ഇതിൽ കേറിയപ്പോ മുതൽ ഒനീലിന്റെ മനസ്സിലുള്ള ഭാവം എന്താണെന്നറിയോ? എനിക്ക് പല ബെൽറ്റും അറിയാം. ബെൽറ്റൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് പല ബെൽറ്റും അറിയാം. അറിയുന്നോണ്ട് എനിക്കിത് കൂൾ, എനിക്ക് പ്രശ്നമില്ല. എന്റെ ബെൽറ്റ് എങ്ങനെയാണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബെൽറ്റ് എങ്ങനെയാണ്, എന്റെ മനസ്സിൽ ഇതായിരിക്കും ഒനീലിന്റെ മനസ്സിൽ. ഓക്കെ, ആ ബെൽറ്റ് ഒന്നും ഒനീൽ അവിടെ രക്ഷിക്കാൻ പോണില്ല എന്നുള്ള ഒനീൽ ആദ്യം മനസ്സിലാക്കണം. നാട്ടുകാരാണ് ഇവിടുത്തെ ബെൽറ്റ്, നാട്ടുകാർ മാത്രമേ രക്ഷിക്കൂ. ലാലേട്ടന്റെ അടുത്ത് വരെ പുച്ഛാണ്.
ലാലേട്ടന്റെ അടുത്ത് വരെ പരമപുച്ഛം ആറ്റിറ്റ്യൂഡ് അങ്ങനെ വെച്ചാൽ നിങ്ങളിപ്പോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകില്ല കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവും, ഞാൻ ശരിയാക്കിക്കോളാം എന്നുള്ള ഭാവത്തിലായിരിക്കുന്നത്. ഒരു ആ പറഞ്ഞതിൽ പോലും അല്ലേ ഒരു അപ്പോളജി പോലും ഇല്ല. ഇത്രയും പറയുമ്പോ നമുക്ക് ഉണ്ടാവുമല്ലോ അയ്യോ ഇങ്ങനെയാണോ പുറത്തന്നെ പറ്റി, അതുപോലെ അയാൾക്ക് ഒരു ഭാവ വ്യത്യാസം ഇല്ല. ഒന്നുമില്ലെങ്കിൽ ഒരു മണ്ടനാണ് അയാള്. അല്ല ബേസിക്കലി മണ്ടനല്ല, ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്. അതായിരിക്കണം, അതായത് ഒന്നുമില്ലെങ്കിൽ മണ്ടനായിരിക്കണം. ഭയങ്കര ഈഗോ. സംഭവം അതെ, ആ കുട്ടീന്റെ അടുത്ത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഐറ്റം ഉള്ളത് കൊണ്ടായിരിക്കണം മേ ബി അങ്ങനെ ഉള്ളത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ച ഒരു കാര്യം, ലാലേട്ടന് ഗിസേലിനോട് മാത്രം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? അല്ലേ, ഒരു പ്രത്യേക ഗിസേലിന് നാണോ ലാലേട്ടന് പൊട്ടിപ്പോയോ എന്താ പറയുന്നത്, ചങ്ക് പൊട്ടിയോ, ചങ്ക് പൊട്ടിപ്പോയോ പോലെ. ലാലേട്ടന് അവിടെ എടുത്തിട്ട് പറഞ്ഞിട്ട് ആരോടും ഫേവറേറ്റ്സ് ഇല്ല എന്നുള്ളത്. പക്ഷെ ലാലേട്ടന് ഗിസേലിനോട് ആര്യനോട് ലാലേട്ടന് കൂടുതൽ ദേഷ്യം വരാൻ കാരണം നീ ഗിസേലിന്റെ അടുത്തോ നീ എന്താണ് കാണിക്കുന്നത് അല്ലേ ഗിസേൽ മോളെ പെട്ടെന്ന്. അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ, അത് നിങ്ങൾ കമന്റ് ചെയ്യണം കണ്ട പ്രേക്ഷകർ. കാരണം ലാലേട്ടൻ ഗിസേലിനോട് സംസാരിക്കുമ്പോൾ മാത്രം ഒരു പ്രത്യേക വൈബ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പണിപ്പുര ടാസ്കിന്റെ അല്ലേ, പണിപ്പുര ടാസ്കിന്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അതില് ഫസ്റ്റ് 2 ടാസ്കും വാസ് ഗുഡ്. ആദിലാനോറന്റെ ടാസ്ക് അന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആദിലാനോറ ആ ടാസ്കിനകത്ത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർക്കത് ബെറ്ററായി ചെയ്യായിരുന്നു. ഇമോഷണലി അവരത് എടുത്തു. അതിനുശേഷം മറ്റേ മുട്ടടിക്കുന്ന സാധനത്തിലേക്ക് പോയി. അത് ബിഗ് ബോസ് മുട്ട അടിക്കാൻ ഇപ്പൊ ബിഗ് ബോസിന് അത് പറയാം, ഇപ്പൊ അത് പറയാം, ഇവർ കളിക്കാത്ത കാണിച്ച അവരെ വഴിയുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അപ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് അതിന് മുകളിൽ ഇടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഓക്കെ, കാരണം മുട്ട അടിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും ചെയ്യില്ല എന്നുള്ളത് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് ആ സാധനം അവിടെ വെച്ചിട്ട് അത് കളിച്ചത് തന്നെയാണെന്നാണ് എനിക്ക്. ഇതിപ്പോ ഈ നിലപാടുകളൊക്കെ വിശദമായിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് ആര്യനോട് തോന്നുന്നു ഇതിനും നല്ലത് മുട്ട അടിക്കണത്. അയാൾ പറഞ്ഞത് മുട്ട അടിച്ച എന്റെ മുഖം ആര്യൻ കഴിഞ്ഞു, ആര്യൻ സ്വയം മനസ്സിലാക്കിയാ നല്ലത്. ഇനി ആര്യൻ ആ വീട്ടിലെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പരമപുച്ഛവും പട്ടിപ്പുച്ചായിരിക്കും ബാക്കിയുള്ളവർ. അല്ല അയാള് നോർമലി അയാളെ സ്വഭാവം അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. മറ്റേ ശാരിക ഹോട്ട് സീറ്റിലൊക്കെ വന്നപ്പോ അയാൾ കാണിക്കണ്ടല്ലേ ആ കസാര ഒരു വലിച്ചെറിയാന്ന് തോന്നുന്നു. ഒക്കെ സിനിമാറ്റിക് ആണ് ആര്യൻ. ആര്യന്റെ പ്രശ്നം എവിടെ, ആര്യൻ സംസാരിക്കുന്നത്, ആര്യന്റെ കാര്യങ്ങളൊക്കെ ആര്യൻ എന്തോ ഒരു സിനിമാറ്റിക് വേൾഡിൽ ജീവിക്കണ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ട്. അയാള് മറ്റേ ആര്യ നമ്മളെ അല്ലു അർജുനെ കാണിക്കുന്നത് ആ ഒരു സ്റ്റൈലാണ് എല്ലാ പരിപാടികളും. അതല്ല, സിനിമാറ്റിക് ആണ്, എല്ലാം സിനിമാറ്റിക് ആണ്. ഒരു വായിൽ ഒരാളോട് സംസാരിക്കുമ്പോ പോലും അത് ഭയങ്കര ക്യാമറ നോക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാൾ തോന്നുന്നില്ല. എന്തൊക്കെ കുറെ ഫേക്ക് പരിപാടികളാണ് അയാളടുത്ത്. അങ്ങനെ മൊത്തത്തില് തേഞ്ഞൊട്ടി തീർന്നില്ലേ, പഞ്ചറായി. ഞങ്ങളെ നാട്ടിലൊക്കെ പറയും ഉടുത്തെ തൂറിയ അവസ്ഥയായി പോയി, മെഴുകി നിന്നിട്ട്. അതിനിടയിൽ അപ്പാനിന്റെ കാട്ടി, അപ്പാനി പൊളിച്ച്. ഞാൻ പറഞ്ഞു മറ്റു വലിയ കാര്യം ചോദിച്ചാ ലാലേട്ടനെ പറഞ്ഞേ, ആ ഞാൻ പറഞ്ഞു മോനെ സീരിയസ് ആക്കിയതാണ്. അല്ല അപ്പൊ ലാലേട്ടൻ തിരിച്ചു പറഞ്ഞ രസം. ഞാൻ പറഞ്ഞു മോനെ രൺബീർ കപൂറിന്റെ ഏതോ വകയിൽ ഏതോ ഫാമിലി പെട്ടതാണ്. ഇതിലും നല്ലൊരു കിട്ടല് ഞാൻ ലൈഫില് ഗിസേലിന്റെ അടുത്തൊക്കെ അത് പറഞ്ഞിട്ടാണ്. ഗിസേലിന്റെ അടുത്തോ അനുമോളുടെ അടുത്തൊക്കെ അതിനല്ലേ പറയുന്ന പോയിട്ട് എല്ലാരുടെ അടുത്തും പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേ ഇവർക്ക് തോന്നണോ ശരിയാണുള്ളത്. അതിന്റെ ഇടയ്ക്ക് പിന്നെ അനുമോളിട്ട് കൊട്ടാൻ നോക്കി മുടി വെട്ടുന്ന കാര്യം പറഞ്ഞു. അനുമോളാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത് മുടി വെട്ടുന്ന കാര്യം ഏറ്റെടുത്തു. അനുമോള് വെട്ടും എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ എടുത്തിട്ട് ഈ അബി പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ആര്യനെയും ഗിസേലിനെയും അനീഷിനെയാണ് എല്ലാവരും സെലക്ട് ചെയ്യണത്, ബാക്കിയുള്ളവരെ സെലക്ട് ചെയ്യണില്ല എന്നുള്ളൊരു സംഗതി പറയുന്നത്. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ആ വീട്ടിനകത്ത് ഇത്രയും പേര് നിൽക്കുകയാണ്, ഈ ടാസ്ക് ഇവർ കളിക്കുന്നത് ഇൻഡിവിജ്വലി ജയിക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ജയിക്കാനോ അല്ലല്ലോ, പണിപ്പുരയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് പോയിന്റ്സ് കിട്ടാനല്ലേ. അപ്പൊ ബെസ്റ്റ് പ്ലെയറിനല്ലേ ഇവിടെ എല്ലാവരും അല്ലേ? എന്റെ ഒരു ചോദ്യം ഇതാണ്. അപ്പൊ ബെസ്റ്റ് പ്ലെയറുടെ കൂട്ടത്തിൽ അവര് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്താ അവരുടെ കുഴപ്പമാണോ ബാക്കിയുള്ളവർ തിങ്കിങ്ങിന്റെ പ്രശ്നമാണോ? അതെന്താ അറിയോ, എനിക്ക് തോന്നുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഫുള്ള് ഫിസിക്കൽ ടാസ്ക് ആവുന്ന. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ആപ്റ്റ് ടാസ്ക് എന്താണെന്ന് അവര് വിചാരിക്കുന്നത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അത് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. അത് അഭിലാഷ് പറഞ്ഞത് കറക്റ്റ് ആയിട്ടാ തോന്നുന്നത്. കാരണം ഇവരങ്ങനെയാണ് വിചാരിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് ആയിരിക്കും. അപ്പൊ അഭിലാഷിനൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മെന്റൽ ടാസ്കിലും അത് അഭിലാഷ് വിചാരിക്കുന്നത്. പക്ഷെ മെന്റൽ ടാസ്ക് പറഞ്ഞിരുന്നല്ലോ ലാലേട്ടത് ഓൾറെഡി. അതൊന്നും മനസ്സിലാക്കാൻ ഇവര് ടാസ്ക് എന്ന് മാത്രമേ കേൾക്കണുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗെയിം എന്താ മനസ്സിലാക്കാൻ അല്ല അത് മാറില്ല. ധീരന്മാർ നീച്ചിക്ക് പറഞ്ഞപ്പോ അഭി നീച്ചിട്ടുമില്ല.
അപ്പൊ പിന്നെ പറഞ്ഞിട്ട് തീരുമാനം നീച്ചിക്കാന്ന് പറഞ്ഞപ്പോ അഭിലാഷും അക്ബറും നീച്ചുന്നിട്ടില്ല. നീച്ചെന്നാലേ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വോട്ട് കൊടുത്തു പിന്നെ പറഞ്ഞെന്താ 12 എടി അങ്ങനെയല്ല, അത് ലാസ്റ്റ് തീരുമാനമായി ഇത്രയും പേരുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിന്ന് വോട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോ വോട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അവിടെ എനിക്ക് പറഞ്ഞത് ആര്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് വോട്ട് എടുത്തതല്ലേ ഇവരാണല്ലോ വോട്ട് ചെയ്യിച്ചേ. ഞാൻ എല്ലാവരും ചോദിച്ചിട്ടില്ല, എന്നെ വോട്ട് ചോദിച്ചിട്ടില്ല. അത് അപ്പൊ ഞാൻ പറയാ അങ്ങനെ ഒരു സെൻസ് തലയിൽ കയറുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം വീട്ടിലെ ആളുകൾക്കൊക്കെ ഗെയിം എന്ന് പറഞ്ഞാൽ ഉടനെ ആര്യനെ വിളിച്ച് പറഞ്ഞ ഒരു അതെന്താറിയോ, ആര്യം പെർഫോം ചെയ്ത് ആദ്യം കാണിച്ചു. അവിടെ അതാണ് സംഗതി. അനീഷ്, ആര്യൻ, ഗിസയിലൊക്കെ പെർഫോം ചെയ്ത് കാണിച്ചോണ്ട് ഇവര് സ്വയം ബാക്കിക്ക് പോവാണ്. ഈ ബാക്കിക്ക് പോയ ബെൽറ്റാണ് സത്യത്തിൽ ആർക്ക് ഈ പണി ഉണ്ടാക്കുന്നത്. അവര് സ്വയം പണിയാണ്. ശാരിക, ഈ ഇന്ന് ഔട്ടായ മറ്റേ സരിക, രേണുസുതി, പിന്നെ ശൈത്യ, ഞാൻ മെജോറിറ്റീനായിട്ടാ പറയുന്നത്. അനുമോള് അല്ല, അനുമോളല്ല, ഒനീല്. ഇതിലൊരു 6-7 പേരുടെ ഒരു മെജോറിറ്റി ഉണ്ട്. ഇവരാണ് സത്യത്തിൽ അവർക്ക് ടാസ്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നത്, പോയി കുത്തി വോട്ട് ചെയ്ത് വിടുന്നത്. എനിക്കൊരു അവസരം തന്നു നോക്കൂ, എന്നാലേ അതിന് അഭിലാഷം വരില്ലല്ലോ. അഭിലാഷം ഇല്ലാതെ എനിക്കല്ലേ എന്നെ വിടൂ പറയുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഒനീലും പറയുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് നമ്മള് കണ്ടു പണിപ്പരയില് മൂക്കും കുത്തി വിടുക കണ്ടു ഒറ്റ ഒഴിച്ച ഒരു സാധനം എടുത്ത് ഉണർന്നുമില്ല. ജയിലിട്ടിട്ട് ഗിസയിലാ പണിയെടുത്തേ. മാത്രല്ല ജയിലിൽ കയറാൻ ഫസ്റ്റ് കാല് വെച്ചില്ല, അപ്പോഴേക്കും മറ്റുള്ളവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ പറയണം, ഒന്ന് ഇറക്കി വിടാൻ പറയണം. അല്ല, ഇവൻ കിടന്ന് ഉറങ്ങുമ്പോഴും ഗിസയിൽ മുട്ടിക്കൊണ്ടിരിക്കുക അവിടെ. ഇന്ന് ഗിസയിലെ ടൈം തന്നെ കറക്റ്റ് ആയി 10:30 എന്ന് പറഞ്ഞത്. അപ്പോഴാണ് മറ്റൊരു ഉണിയില് 10:45 പറഞ്ഞിട്ട് 10:45 ആക്കിയത്. ശരിക്കും കറക്റ്റ് സമയം 10:30 ആയിരുന്നു. അപ്പൊ ഏറെക്കുറെ അവര് പ്രഡിക്ട് ചെയ്യണ്ട എന്താണെങ്കിലും. അല്ല, ഗിസയിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കലാപൻ സരികന്ന് അതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഗിസയില് പറഞ്ഞത് എവിക്ഷൻ ആണ് എന്നുള്ളത്. ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണില്ലല്ലോ അല്ലേ. ഞാൻ അത് ആലോചിച്ചു, അവിടെ എത്ര പേർക്ക് ഗിസയിലിന്റെ ഗെയിമാന്നുള്ളത് തിരിച്ചറിയേണ്ടവരാരും. ഞാൻ അതാ ആലോചിക്കുന്നത്. ഇമോഷണൽ നീ അങ്ങനെയൊന്നും പറയല്ലേന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഗിസയിലിന് കറക്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. മറ്റത് അങ്ങനെ ആവരുത് എന്ന് വിചാരിക്കണ്ടാവുമായിരിക്കും. അതിനിടയിൽ രേണുസുതി എന്താ അവിടെ രേണുസുതി അല്ല, ഇന്ന് ലാലേട്ടന് ഹിന്റ് കൊടുത്ത രേണുവിന്. അതായത് ആ ഗെയിമിനിടയില് എന്ത് ഹിന്റ് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാക്കില്ല. അതെന്തോ വലിയ തമാശയായിട്ടാണ് അതെടുത്തുള്ളത്. എന്താ പറയാ, എന്റെ മുടി, അയ്യോ ലാലേട്ടൻ മുടി കൊണ്ടടിക്കാൻ ഓൾറെഡി വെപ്പാണ്. രേണുസുതിക്ക് എന്ത് ഹിന്റ് കൊടുത്തിട്ടും കാര്യമില്ല. ബിഗ് ബോസിന്റെ ടീമിനോടാ പറയുന്നത് ഒന്നും നടക്കുന്നില്ല. അവരൊക്കെ ഇറക്കി വിട്ടിട്ട് നല്ല കൺസെന്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെ, എന്താണെങ്കിലും 7ന്റെ സീസണിൽ 7ന്റെ പണി പറയുമ്പോ 7 വയൽക്കാട് കയറും. അല്ല, ചിലപ്പോ ചാൻസ് ഉണ്ട് കേട്ടോ 7ന്റെ പണി പറഞ്ഞിട്ടേ. മറ്റേ കഴിഞ്ഞ ഞങ്ങള് 4-5 ആള് കയറിയപ്പോ ജില്ല പറയണേ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 10-7 ഇവിടുന്ന് പുറത്താക്കി. അതിലൊരു 10 വയസ്സ് 7 തിരിച്ച് ഒരു ലോഡ് കയറാണ്ടാവും. 6 പേര് കയറി. അപ്പൊ 7 പേര് കയറും. 7ന്റെ പണി അറിയുമ്പോ 7 കയറും. ചിലപ്പോ ഇനി 7ന്റെ കൂടെ 14 വെച്ചോ, അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണ് തോന്നുന്നു. കാരണം കലാഭവൻ സരിക പോയി. മേ ബി എനിക്ക് തോന്നുന്നു ഇനി ടോപ്പ് ലൈക്ക് ബോട്ടത്ത് കിടക്കുന്നത് ശാരിക ഉണ്ടാവാം. ബോട്ടത്തില് അപ്പാനിക്ക് വോട്ടുണ്ടാവും അല്ലേ, വോട്ടുണ്ടാവും. അപ്പാനിക്കൊക്കെ വോട്ട് കാണും, അപ്പാനിക്ക് ഉണ്ടാവും. പിന്നെ ആരല്ല, ശൈത്യം ഉണ്ടോ? അതെ, ചാൻസ് കുറവാണ്. എവിക്ഷന്റെ കാര്യം ഇനി മറ്റേ സരികനോട് പറഞ്ഞത് അപ്പാൻചടുത്ത് പുറത്ത് പോവാണെങ്കിൽ എന്റെ ഭാര്യനോടൊന്നും പറയണേ. അല്ല, അതെന്താറിയോ, അത് അപ്പാനിനും പറയാൻ പറ്റില്ല. അതായത് അല്ല, അപ്പത്തല്ല പരസ്പരം അല്ല, അവർക്ക് അറിയാം ഏകദേശം. നമുക്ക് പ്രഡിക്ട് ചെയ്തു. നമ്മള് പപ്പാന് പറഞ്ഞു പറഞ്ഞിട്ടില്ല, ഞാനാണ് ആദ്യം പോണെന്ന് വെച്ചാൽ ഞാൻ പറയാ നിങ്ങളാണെങ്കിൽ പോണ. അല്ല, അത് മാത്രല്ല പ്രഡിക്ട് ചെയ്യാനും പറ്റുന്നു. കൂട്ടത്തില് ആര് പോകുന്നുള്ളതിന്റെ ഒരു സാധനം ഇവർക്ക് തന്നെ ഉള്ളിൽ നമുക്ക് എപ്പോഴോ പ്രഡിക്ട് ചെയ്യേണ്ടത് രേണുസുദ്ദീനല്ലേ. എന്തായാലും ആ വീട്ടുകാർക്കും അറിയണ്ടാവും. നമുക്കിപ്പോ ലൈവിലൊന്നും രേണുസുദ്ദി കടന്നുറങ്ങുന്നല്ലോ. അവിടെ വേറെ സീനുണ്ട്. ഈ രേണുസുദ്ദീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കലാഭവൻ സരികയ്ക്ക് പുറത്തൊരു ഫാൻ ബേസ് ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. രേണുസുദ്ദീന്റെ വിഷയം അങ്ങനെയല്ല. രേണുസുദ്ദിക്ക് പുറത്തുനിന്നേ ഇവർക്കൊക്കെ എനിക്ക് ഇപ്രാവശ്യം തോന്നിയൊരു കാര്യം, ഈ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും എന്തറിയാം, തമ്മിൽ പുറത്തുനിന്ന് തന്നെ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, ഒരാളുടെ കഥകൾ അറിയാം, ആരാർക്കൊക്കെ PR വെച്ച് പോയിട്ടുണ്ട് എന്നറിയാം. എല്ലാ കളികളും ഇപ്രാവശ്യം എക്സ്പോസ്ഡ് ആണ്. അവർക്ക് തമ്മിൽ എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ കുറേ പേര് തമ്മിൽ ഫോൺ വിളിച്ച് നിന്നിട്ടും ഉണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും പലരും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം കൺസിഡർ ചെയ്യുന്നത് എന്താ, രേണുസുദ്ദിക്ക് പുറത്ത് എന്തുണ്ട്, ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസിനുള്ള രേണുസുദ്ദി അങ്ങനെ ഫാൻ ബേസിലുള്ള ഒരാളല്ല ആര്, കലാഭവൻ സരിക, ശാരിക. ഫാൻ ബേസ് പറഞ്ഞെങ്കിൽ തെറി വിളിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ടീം ഞാൻ കാണുള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ രേണുസുദ്ദീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരല്ലേ.
അല്ല ചെറുതല്ല. പെർസെന്റേജ് ആളുകൾ. നോ 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 നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതല്ലോ. കാരണം എന്താ അറിയോ, ഈ ഞാൻ കാണുന്ന രേണുസുധീന്റെ നെഗറ്റീവ് വീഡിയോ അല്ലേ, ഞാൻ ഒരു സാധനം ചൂണ്ടിക്കാണിച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്താലടക്കം ഭയങ്കര ഈ ഞാൻ പറയലേ സൈബർ, ഇത് രേണുസുധീനുള്ള സ്നേഹം കൊണ്ടല്ല, സോഷ്യൽ മീഡിയയിൽ സൈബർ സ്പേസിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നു എന്നുള്ള രീതിക്ക് എടുത്തിട്ട് പ്രോഗ്രസീവ് ചിന്താഗതി, അതായത് പ്രോഗ്രഷൻ എന്നേ ഞാൻ പറയൂ, എക്സ്ട്രീം പ്രോഗ്രഷൻ സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിക്ക് അവരെ കാര്യത്തിൽ വേറെ കേട്ടോ അഭിപ്രായമുള്ളത്. കാരണം ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്ന പറയുമ്പോൾ ഒരു സ്ത്രീ അപമാനിക്കപ്പെടാനായിട്ട് നിൽക്കുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനല്ലേ, ഇതിനെ എതിർക്കാൻ ഒരു മോസ്റ്റ് മെജോറിറ്റി ഉണ്ട്, മനസ്സിലായോ? അതാണ് ഇവിടെ ആർക്കും വോട്ടിന്റെ സ്ഥാനത്ത് പോണേ, രേണുസുധീന്റെ സ്ഥാനത്ത് പോകണം. പിന്നെ മാത്രല്ല കാര്യം വെച്ചിട്ടല്ലോ ഇത് നോക്കേണ്ടത്, ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമുണ്ട്. അല്ല ഇതില് PR അല്ലേ കളിക്കണേ, PR മാത്രം വോട്ട് ചെയ്താൽ ഒരിക്കലും ഇവർക്ക് സപ്പോർട്ട് കിട്ടും, കൊറേ കയറും. കാരണം ഇവരെ തട്ടാൻ പറ്റും. കലാഭവൻ സരിക, ശാരിക, ശൈത്യ ഇത്രയും ആൾക്കാരെ ഒരു PR നെങ്കിൽ തട്ടാം. പോയിന്റ് മനസ്സിലായി നിങ്ങൾക്ക്? ഇവർക്കൊക്കെ ഒരു 5 ഉണ്ട് കേട്ടോ. ഇവർക്ക് വീട്ടുകാർക്കും കൂടെ തോന്നണം ഇവരെ പുറത്തേക്ക് ഇടണം എന്നുള്ളത് തോന്നിട്ട് വോട്ട് ഇട്ടല്ലോ കാര്യം. വീട്ടുകാരിടുന്ന മാത്രല്ല, ഇതില് PR ബെൽറ്റ് ഉള്ള കുറച്ച് ടീംസ് ഉണ്ട്. PR ചെയ്ത് വെച്ച് പോയ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ അനുമോള് PR ഉണ്ട്, അപ്പാനി PR കാണും, അക്ബർ PR കാണും, ജിസേല് PR, ഹെവി PR, ബോംബെ ബേസ്ഡ് PR ആയിരിക്കും മിക്കവാറും ജിസേലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഇതിനകത്ത് PR ആദിലാനോറ, ഓബിയസ്ലി അവർക്ക് PR ഉണ്ടാവും. ആര്യന് PR ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്നുള്ളൊരു സ്കീം എനിക്ക് തോന്നണേ. അനീഷിനുണ്ട് PR ഉണ്ട്. പിന്നെ ഷാനവാസിനില്ല ഇന്റർവ്യൂല്. ഷാനവാസിന് എനിക്ക് തോന്നുന്നു നാട്ടുകാർ ഈ 1-2 ആഴ്ച ഷാനവാസിന്റെ പെർഫോമൻസ് ഇല്ലേ, അതില് കയറി ഒരു സാധനമായിട്ടാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഷാനവാസിന്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതെ ഷാനവാസിന് അതുകൊണ്ട് വന്നൊരു സാധനമാണ്. പിന്നെ എനിക്ക് അഗ്രസീവ് ഒക്കെ ആണെങ്കിലും അയാളെ വർത്താനത്തിലും ചില കാര്യങ്ങളിലൊക്കെ ഒരു പ്രോഗ്രസീവ് ഫേസും ഉണ്ട്, കുലപുരുഷനും അതുണ്ടായേക്ക്. അപ്പോ ഷാനവാസിന് എനിക്ക് തോന്നുന്നു ഒരു PR ബെൽറ്റ് ഇല്ല തോന്നുന്നു. അഭിലാഷിനും ഒരു PR ബെൽറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെവി PR ഇല്ല തോന്നുന്നു. പിന്നെ ഒനീലിനും ഒട്ടും ഇല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. റനയ്ക്കുണ്ട്, റന ഫാത്തിമയ്ക്ക്. അത് PR ആണോ ഫാമിലി PR ആണോ അതോ ഫാമിലി ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇത് സോഷ്യൽ മീഡിയ ഫാമിലി. ക്ലാസ്സും കിട്ടിയിട്ടില്ല, ക്ലാസ്സും ഇല്ല PR ഇല്ല. പക്ഷെ ഒനീലിനൊരു ധൈര്യം ഞാൻ പറഞ്ഞിട്ടെ, ഇന്റെ മറ്റേ എന്താ പറയാ മറ്റേ മൈൻഡ് ഉണ്ടല്ലോ, ഞാന് അപ്പം തമ്പുരാൻ സുഭദ്ര ഞങ്ങളെ കമ്മിറ്റി എന്നുള്ളൊരു മൂഡ് ഒനീലിനുണ്ട്. ആ മൂഡ് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ആന ഞാന് അപ്പം തമ്പുരാൻ സുഭദ്ര എന്നൊരു മൂഡ് ഒനീലിനുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജഗന്നാഥനോട് വിചാരിക്കേണ്ടി വരും. അതെ, അപ്പൊ അങ്ങനെ ഒരു സീൻ തോന്നി. അതിനിപ്പോ എന്താ എങ്ങനെയാന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. അപ്പൊ എന്താണ് ബിന്നിക്കൊരു ഹെവി PR തോന്നിയത്. PR ആണോ അതോ ഫാമിലി ആണോ എന്ന് എനിക്കറിയില്ല. ബിന്നിയുടെ അങ്ങനെ അതെ അവ അങ്ങനെ പോവത്. പറയാൻ PR ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാം, ഈ മൈനോറിറ്റി ലെവൽ ഓഫ് വോട്ടിങ് കിട്ടില്ല. 5000-10,000 വോട്ടിനെ മറികടക്കാൻ PR കൊണ്ട് പറ്റും. പക്ഷെ PR ഒരാള് കയറി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് PR ഉണ്ടായിട്ടോ, നമ്മൾ തന്നെ അല്ലേന്നോ ഇതിനെ കുറിച്ച് സംസാരിച്ചു. എന്റെ PR ആയിരുന്നു. അല്ല വേറെ കാര്യം പറയാ, കഴിഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കയറിയ സമയത്തും നിങ്ങളെ കുറെ PR വിളിച്ചിട്ടില്ലേ, വേറെ കണ്ടസ്റ്റൻസിന്റെ ആൾക്കാര് അവര് പോവുകയാണെങ്കിൽ ഞങ്ങള് നിങ്ങൾക്ക് സപ്പോർട്ട് തരട്ടെ എന്ന് വെച്ച് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പൊ ഈ PR കുറിച്ച് പറയാൻ കാരണം, ഇപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ സീസൺ തുടങ്ങിയപ്പോ തന്നെ ഒരു വീഡിയോനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ശാരിക, സരിക, പിന്നെ ആദ്യം പോയ നമ്മളെ മുൻഷി, പിന്നെ ബിന്നി, പിന്നെ ശൈത്യ, ഇതിന് ഫസ്റ്റ് ബെൽറ്റ് അതാണ്, ഫസ്റ്റ് ടോപ്പ് ബെൽറ്റ് അതാണ്, പോവാനുള്ള ബെൽറ്റ് അതാണ്. പിന്നെ ഈ ചെസ് ഒക്കെ കളിക്കുമ്പോ അതെ എക്സാക്ട്ലി അതാണ് പോവാനുള്ള ബെൽറ്റ്. പിന്നെ സർവൈവ് നിവിനില്ല കേട്ടോ, നിവിനൊരു PR ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലേ. നിവിനൊരു PR ഇല്ലാതാണ് എന്റെ ഒരു കാൽക്കുലേഷനിൽ. അതും കൂടി എടുത്ത് പറയണം. അപ്പൊ പക്ഷെ കുറുക്കനാണ്, ഭയങ്കര കുറുക്കനാണ്. അയാൾക്കൊരു മറയാണ് ആ കോമഡി.
പക്ഷെ നമ്മള് കണ്ടപ്പോഴൊക്കെ ഇവ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ പക്ഷെ തന്നെയാണ്. നിവിൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ കറക്റ്റ് സാധനങ്ങൾ നമ്മള് കാണുമ്പോൾ നമ്മള് കാണുമ്പോഴും തന്നെ അത് മാറ്റൊന്നുമില്ല, ഇവ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങള് കുറച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷെ നമ്മളങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണ്. കണ്ടിടത്തോളം ഇങ്ങനെ തന്നെയാണ്, മാറ്റൊന്നുമില്ല. പക്ഷെ രസമാണ് കേട്ടോ, നമുക്ക് നല്ല കോമഡി സാധനങ്ങളൊക്കെ പക്ഷെ ഇത് എപ്പോഴാണ് ഗെയിം മാറി അറിയാം എനിക്ക്. ഇനിയൊരു വൈൽഡ് കാർഡ് വരില്ലേ, വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എവിക്ഷൻ വരും. അത് ഈ കാലാൽപ്പടങ്ങൾ പറഞ്ഞ മാതിരി എപ്പോ വേണമെങ്കിലും തട്ടിക്കളയാന്നുള്ള ആൾക്കാർ പോയതിനു ശേഷം ഇവിടെ ഒരു PR അടി വരും. ആ അടിയിലും ഓരോരുത്തരുടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ല, ഇത് 60 ദിവസം ആയി കഴിഞ്ഞാൽ PR സാധനങ്ങളാവും പിന്നെ കളിക്കുക, പിന്നെ കളി മാറും, പിന്നെ അടിക്കളി മാറിയായിരിക്കും. പിന്നെ തെറിവിളൊക്കെ എപ്പോഴും ഉണ്ട്, നമുക്കൊക്കെ എമ്മായി തെറി കിട്ടുന്നത്, ഊക്കം തെറിയില്ല കിട്ടുന്നത്. അനുമോള്, ഷാനവാസ്, അനീഷ് ഇവരെ പറഞ്ഞാൽ തെറിയ. ഞാൻ കണ്ടപ്പോ അപ്പാനിനെ പറഞ്ഞ ആര്യനെ പറഞ്ഞാലൊന്നും തെറിയില്ല, ബാക്കി ആരെ പറഞ്ഞാലും നമുക്ക് തെറിയാം. ഗിസേലെ പറഞ്ഞാലും തെറിയാം, ഗിസേലെ പറഞ്ഞാലും തെറിയുണ്ട്. പിന്നെ ആ തെറി നമുക്ക് വായിക്കാൻ പറ്റില്ല, ഹിന്ദിയിലായതുകൊണ്ട് പറയണത് എന്താന്ന് മനസ്സിലാവാത്തോണ്ട് തെറിയാണ് വെറുതെ വിളിക്കാൻ. അതെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലും നല്ല കോമഡി ആയി, അല്ലെങ്കിലും കോമഡി ആയിട്ട് നൈസായി പരിപാടി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. കാരണം എന്താ പറയാ, ഇതുവരെ ഈ സീസണിൽ കണ്ട ലാലേട്ടനൊക്കെ ചിരിക്കാണ്ടായിരുന്നു. അങ്ങനെ ഓവറായിട്ട് ലാലേട്ടന്റെ ഒരു ഷോ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഡീസന്റ്. ഇതിന്റെ മനസമാധാനം എന്താ അറിയോ, ആര്യന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു അഹങ്കാരത്തിന്റെ ഫേസ്. അത് പോയിട്ടൊന്നുമില്ല, അയാള് നല്ല നാടകമാണ്. അയാളെന്നല്ല എനിക്കൊരു അഹങ്കാരം ഉണ്ടെന്ന് പോയി ആ പറച്ചിലിട്ടപ്പോഴേക്കും ഉറപ്പായി അത് വെറുതെ പറഞ്ഞാണ്. അല്ല, അത്യാവശ്യം നാട്ടുകാരെ മുന്നിൽ പൊട്ടി. എടുത്തിട്ട് കൊടയുണ്ടാവും, ഇനി അതെടുത്ത് പറയുന്നുണ്ടാവും. അത് പറയാനുള്ള ആളൊന്നും അക്ബറിനെ അണച്ചിട്ടുണ്ട്. അക്ബറിന്റെ തലയിൽ കൂടി വെള്ളം വെച്ചിട്ടുണ്ട് ലാലേട്ടൻ. അക്ബറിനെ അണച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതെന്താവോ ആവോ. എന്താണെങ്കിലും അല്ലേ, നാളത്തെ എപ്പിസോഡ് കൊണ്ട് ആര് പുറത്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.